അധ്യാപനത്തെക്കുറിച്ച് ചെറിയ വാചകങ്ങളിൽ ഞാൻ ആമുഖവും അതിൻ്റെ പര്യവസാനവും കൊണ്ടുവരുന്നു. വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാനപരമായ ആവശ്യവും ആഗ്രഹവും പ്രതീക്ഷയുമാണ്. ഒരു വിദ്യാർത്ഥിയും വിദ്യാഭ്യാസത്തെ ഇഷ്ടപ്പെടാത്തവൾ അല്ല. എങ്കിൽ അധ്യാപനം അതിൻ്റെ ശരിയായ രൂപം ഏതാണ്? നമ്മുടെ മദ്രസയിലേക്ക് വരുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് അക്കാദമിക് എഡ്യൂക്കേഷൻ, ഇവിടെ ഞാൻ അക്കാദമിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസം എന്ന അർത്ഥത്തിലല്ല, മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ പരീക്ഷയിൽ വിജയിക്കുന്ന തലത്തിലുള്ള എഡ്യൂക്കേഷൻ. രണ്ടാമത്തത് അവരുടെ ഇബാദത്ത്, സ്വഭാവം തുടങ്ങിയ മറ്റൊരർത്ഥം. രണ്ട് ജുസാക്കി തിരിച്ചാൽ ഇത് രണ്ടും ഒരു വിദ്യാർത്ഥിക്ക് എളുപ്പം സാധ്യമാവുകയും അവരുടെ വ്യക്തിജീവിതത്തിൽ എളുപ്പം സാധ്യമാവുകയും ഒരു അധ്യാപകന് അത് എളുപ്പം സാധ്യമാക്കി കൊടുക്കാനും കഴിയുന്ന പ്രോസസ്സാണ് ശരിയായ അധ്യാപനം. ഒരു അധ്യാപകൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ല, ഒരു വിദ്യാർത്ഥി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അധ്യാപനം ശരിയായ റൂട്ടിലല്ല, ഇനിയും ശരിയാകേണ്ടിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തസൗഫിനൊരു ഭാഷയുണ്ട്, അപ്ഡേറ്റഡ് സൈക്കോളജിക്ക് ഒരു സമീപനമുണ്ട്. അതെന്താ അറിയാം? അത് ബ്ലെയിമിംഗ് അല്ല, തഹ്സീം അല്ല, കുറ്റപ്പെടുത്തലല്ല, മറിച്ച് നാം നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ നേട്ടമാവുന്നത് എപ്പോഴാണ്? തുടർന്നും മുന്നോട്ട് പോകുമ്പോഴാണ്. ഞാനിവിടെ കൊല്ലത്ത് ഇർഷാദിയ ജംഗ്ഷനിലേക്ക് പുറപ്പെട്ടു. ഇവിടത്തേക്ക് ഇന്നലെ ഏകദേശം ഒരു 10 മണിക്കാണ് ഞാൻ അങ്ങാടിപ്പുറത്ത് നിന്ന് ട്രെയിൻ കയറുന്നത്. 10 മണി മുതൽ ഒരു 4:30 മണി വരെയുള്ള എൻ്റെ യാത്രയിൽ ഞാൻ ഏകദേശം ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ 4.5 മണിക്കൂർ ഞാൻ യാത്ര ചെയ്തല്ലോ, ഇത്രയും നേടിയല്ലോ എന്ന് കരുതി വഴിയിലിറങ്ങിയാൽ ഇവിടെ എത്തുമോ? ഇല്ല. ഇതുപോലെ അധ്യാപനം സുസാധ്യമാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എപ്പോഴും മേൽപോട്ട് സഞ്ചരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നാം ഈ നേടിയ നേട്ടങ്ങൾ അർത്ഥമുള്ളതാകുന്നത് ഇനിയും മേലോട്ട് സഞ്ചരിക്കുമ്പോഴാണ്. ഇവിടെ ഞാൻ പറഞ്ഞൊരു അധ്യാപനം ഒന്നുകൂടി ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്ത് പറയാം. അധ്യാപനം നടത്തുമ്പോൾ അധ്യാപകനും അത് എന്താകണം? ഈസിയസ്റ്റ്, യൂസർ ഫീൽ ചെയ്യണം, എളുപ്പം ഫീൽ ചെയ്യണം. വിദ്യാർത്ഥിക്കും തദൈവ, വിദ്യാർത്ഥിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യണം. അപ്പോഴാണ് ശരിയായ വിദ്യാഭ്യാസമാകുന്നത്. ഈ വിദ്യാഭ്യാസത്തെ 2 ജുസ് ആയി വിദ്യാർത്ഥിയിൽ നടപ്പിലാകണം. ഒന്ന്, വിദ്യാർത്ഥിക്ക് പാഠപുസ്തകങ്ങൾ കൃത്യമായി മനസ്സിലായി പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ കഴിയണം. രണ്ടാമത്തത്, വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഇബാദത്തിലും സ്വഭാവത്തിലും സ്കിൽ ഡെവലപ്മെന്റിലെല്ലാം വിദ്യാർത്ഥി മേൽപോട്ട് പോകണം. ഇതാണ് ശരിക്കും വിദ്യാഭ്യാസം. ഇത് ശരിയായ റൂട്ടിലാണെങ്കിൽ അതിനൊരു അലാമത്തുണ്ട്, അതിനൊരു സിംറ്റം ഉണ്ട്. എന്താണ് അതിന്റെ സിംറ്റം? ഒരു കുട്ടി മദ്രസ വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ സ്വലാത്തൊക്കെ ചൊല്ലി ബെല്ലടിക്കാറുണ്ട്, അല്ലെ? ബെല്ലടിക്കാറില്ല ഇവിടെ? ബെല്ലടിച്ചു പോകുമ്പോൾ സ്വലാത്ത് ചൊല്ലിട്ട് ബെല്ലടിക്കുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന ഒരു രാസപ്രവർത്തനമുണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. അത് വീട്ടിൽ നിന്നും മദ്രസയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രസ്താവന. അതിൽ നിങ്ങൾക്ക് എതിർപക്ഷമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് സംവദിക്കണം. എന്നിട്ട് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരാൻ ഞാൻ സദാ സന്നദ്ധമാണ്. അത് ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഈ സദസ്സ് പിരിയുകയുള്ളൂ. രണ്ടാമത്തത്, നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ നേരിടുന്ന കുറച്ചുകൂടി കൂടുതലൊരു പ്രതിസന്ധിയാണ് വിദ്യാർത്ഥികൾ നേരത്തെ കാലത്ത് മദ്രസ പഠനത്തിൽ നിന്ന് വിരമിക്കുന്നു. ഇതിനും ഞാൻ പറയുന്നത് പരിഹാരമുണ്ട്, നമുക്ക് പരിഹാരം സാധ്യമാണ്. ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയാം. മദ്രസ വിദ്യാഭ്യാസം ഇത്രയും കാര്യക്ഷമതയുള്ള എൻ്റെ ബഹുമാന്യരായ അധ്യാപകർ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ നമ്മുടെ മദ്രസയിലേക്ക് വരുന്ന വിദ്യാർത്ഥിയുടെ
ഭൗതിക വിദ്യാഭ്യാസം, അക്കാദമിക് എഡ്യൂക്കേഷൻ ഇപ്പം ഞാൻ പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം, സ്കൂൾ എഡ്യൂക്കേഷൻ. ആ സ്കൂൾ എഡ്യൂക്കേഷനെ പോലും എംപവർ ചെയ്യാനും അതിനെ എൻകറേജ് പരിപോഷിപ്പിക്കാനും നമ്മുടെ മദ്രസ സംവിധാനത്തിന് കഴിയും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇവിടെയുള്ള മദ്രസ സംവിധാനത്തെക്കുറിച്ച് അറിയാതെയാണ് ഞാൻ പറയുന്നതെന്ന് തീർച്ചയായും അറിഞ്ഞുകൊണ്ടുകൂടിയാണ് പറയുന്നത്. ഇവിടെ ഈ ഒറ്റ സദസ്സുകൊണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നത് വരെയുള്ള ഒരു സഞ്ചാര പദം, ഒരു ട്രാക്ക്, അത് അങ്ങനെ ഒരു ഖിദ്മത്ത് ചെയ്യാനും ഞാൻ സന്നദ്ധമാണ് എന്ന് എൻ്റെ ബഹുമാന്യരായ, ഞാനേറെ ആദരിക്കുന്ന മതപണ്ഡിതന്മാരോട്, ഈ ദീനി ദായികളോട് വളരെ വിനയത്തോടുകൂടെ ഒരു സേവന മനോഭാവത്തോടെ ഞാൻ പറയുകയാണ്. ഇനി ഞാൻ കൂടുതൽ സംസാരിച്ചാൽ അത് വിശദീകരണമാണ്. നല്ലത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ മറുവശത്ത് നിന്ന് ഒരുപാട് സംവദിക്കാനുണ്ടാകും, ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഈ അനുഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ നമുക്ക് സംവദിക്കാം. പിന്നെ ഒരു വിഷയം കാര്യമായിട്ട് ചർച്ച നടക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് എന്താ, വടിയും അടിയും. അതിനെക്കുറിച്ച് ആദ്യം ഞാനൊരു പ്രസ്താവന പറയാം. ഒരു ജാമ്യവും മാന്യവുമായ ഒരു കൗല് ഞാൻ പറയാം. ഈ ലോകത്തെ ഏറ്റവും വലിയ അധ്യാപകൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബിതങ്ങളെടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി പ്രത്യേകം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു കൂട്ടരുണ്ട് സ്വഹാബത്തിൽ. അതിൽപ്പെട്ട ആളാണ് മുആദ് റളിയല്ലാഹു അൻഹു. ആ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചിട്ടുണ്ട് നബിതങ്ങൾ. അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് നൽകിയ മാർഗനിർദ്ദേശവും ട്രെയിനിങ്ങും കാണാം. ആ ട്രെയിനിങ്ങിന്റെ ബേസിക് ഫിലോസഫി ഇങ്ങനെയാണ്: ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. ഇതിന്റെ ബേസിക് ഫിലോസഫിയാണ്. ഈ ഫണ്ടമെന്റൽ റൂൾസിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് എഡ്യൂക്കേഷണൽ ഫിലോസഫിയെ ഡിസൈൻ ചെയ്യാൻ. നമ്മുടെ വിദ്യാഭ്യാസ തത്വങ്ങളെ ആവിഷ്കരിക്കേണ്ടത് ഈ അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ ഞാൻ ഇത്രയും പറയുമ്പോൾ ഒരാളുടെയും മനസ്സിൽ തോന്നാൻ പാടില്ലാത്തൊരു കാര്യമാണ് വിദ്യാർത്ഥിയുടെ ഏതെങ്കിലും അരുതായ്മകളോ പോരായ്മകളോ ഏതെങ്കിലും ന്യൂനതകളോ അത് വെച്ചു പൊറുപ്പിക്കാം എന്ന് കരുതരുത്. ഒരു ന്യൂനതയും വെച്ചു പൊറുപ്പിക്കാവതല്ല, പരിഹരിച്ചേ പറ്റൂ. അതിന് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരാശയമാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ മനുഷ്യക്കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധപ്രകൃതത്തിലാണ്. അൽ ഫിത്ര എന്ന് പറഞ്ഞാൽ ശുദ്ധപ്രകൃതം എന്നാണ്. അതെവിടെ നിന്നാണ് അർത്ഥം വരുന്നത്? ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി എന്ന ആശയം അതെന്തു മനസ്സിലാക്കി തരുന്നു? അൽ ഫിത്ര എന്ന് പറഞ്ഞത് ശുദ്ധപ്രകൃതമാണ്. പിന്നെ അതിനെവിടെയെങ്കിലും കറ പുരളുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ ആ കുഞ്ഞിന്റെ പ്രശ്നമല്ല, മറിച്ച് അവരുടെ മാഹൗലിലെ അറൗണ്ടസിലെ പ്രോബ്ലമാണ്, പ്രശ്നമാണ്. അപ്പൊ പിന്നെ നമ്മുടെ മുഖത്തുള്ള അഴുക്കിന് കണ്ണാടി തുടക്കണോ? നമ്മുടെ മുഖത്തെ അഴുക്ക് പോകാൻ കണ്ണാടിയിൽ തുടക്കണോ? വേണ്ട, നമ്മൾ നമ്മുടെ മുഖം തുടച്ചാൽ മതി. ഇതാണ് എളുപ്പ വഴി. മറ്റത് കഷ്ടപ്പെടും, ചിലപ്പോൾ അവസാനം കണ്ണാടി പൊട്ടി എന്നിരിക്കും. അവിടെയാണ് വടിയുടെ പ്രശ്നം വരുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ആശയം കൊണ്ട് കേവലം ഐഡിയോളജിക്കലായി സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താ അറിയോ? നമ്മുടെ റിയൽ മാറ്റർ വെച്ച് സംസാരിക്കുക. നമ്മുടെ ക്ലാസ് റൂമിലൊരു വിഷയം ഉണ്ടാവും, നമ്മൾ നേരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ക്ലാസ് റൂമിലെ ഇഷ്യൂ ഉണ്ടാവും. ആ ഇഷ്യൂ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് സ്റ്റഡി മെറ്റീരിയലായി നമുക്ക് സംവദിക്കാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള എനി ടൈം, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ സെക്കൻഡും നിങ്ങൾക്ക് ഇടപെടാൻ അവസരമുള്ളതാണ്. ഇടപെടാൻ ആണ് കൂടുതൽ നല്ലത് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. വെറുതെ നിന്നാൽ മോശമാകും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അടുത്ത വിഷയങ്ങളിലൂടെ സംസാരിക്കും.
അതേസമയത്ത് ഇവിടുത്തെ അവ്വലുൽ അംറ് ഇടപെട്ട് ഞാൻ ഇത്രയും പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുക എന്നതാണ് ആവശ്യം. ഞാൻ പറഞ്ഞ ഒരു വിഷയം കൂടി ഒന്നുകൂടി സ്ഥിരപ്പെടുത്തി സംസാരിക്കാം. അതായത് ബഷിറു വല തുനഫിറു. ബഷിറു എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിച്ചാണ് നമ്മൾ അധ്യാപനം നടത്തേണ്ടത്. കുട്ടികൾക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. വല തുനഫിറു, മടുപ്പിക്കരുത്. യസ്സിറു, പഠനം ഒരിക്കലും കുട്ടിക്ക് കഠിനമാകരുത്, എളുപ്പമാകണം. ഇതാണ് യസ്സിറു വല തുഅസ്സിറു. പഠനം കടുപ്പമാകരുത്, എളുപ്പമായിരിക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. ഈ അധ്യാപനമാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ തുടർച്ചയാണ് നേരത്തെ നടന്നതൊക്കെ. അതിന്റെ തുടർച്ചയാണ് നമ്മുടെ നാട്ടിലെയും തദ്രീസും താലീമുമൊക്കെ മുഅ്ളമുൽ അംർ അങ്ങനെയാണ് നടന്നത്. പക്ഷേ ഈ വിദ്യാഭ്യാസ പ്രക്രിയകളുടെ ആവിഷ്കരണം അതൊരു ശാസ്ത്രീയമാകുന്നതിന്റെ മുമ്പ് വളരെ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആവിഷ്കരണങ്ങൾ നടക്കുന്നൊരു കാലത്ത് ഒരുപക്ഷെ ആത്മാർത്ഥതയുടെ കടുപ്പം കൊണ്ട് വടിയെടുത്തവരുണ്ടാകാം. അത് വടിയെടുക്കുമ്പോഴും നബിതങ്ങളുടെ പ്രസ്താവന തെറ്റാകാൻ പാടില്ല. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന ശരിയായിരിക്കണം. അപ്പൊ പിന്നെ വടിയെടുത്തവർ അവരുടെ ഒരു ലോഫാണത് എന്ന് നാം സമ്മതിക്കുന്നു. ഏതു മഹാനും അങ്ങനെ ഒരു ലോഫുണ്ട്. ആ മഹാന്റെ മുമ്പിൽ ഇത്തരം ഒരു സാധ്യതയെ അവതരിപ്പിക്കപ്പെട്ടാൽ അവർ നമ്മളോട് പറയുന്നൊരു സത്യമാണ്, ഈ ആശയമാണ് ശരി. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഈ ആശയമാണ് ശരി, അതാണ് ശരിയായ റൂട്ട്, അതിൽ നിങ്ങളും കൂടി അങ്ങോട്ട് വരണേ എന്നവർ നമ്മളോട് പറയും. ഈ വിഷയം ബോധ്യപ്പെടുമ്പോൾ ഇനി നിങ്ങളുടെ അവസരങ്ങളെ ഞാൻ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആർക്കിട മർഹബൻ. മൈക്ക് കൊടുത്ത ഉഷാർ. ആ ബോക്സിന്റെ അടുത്തായതുകൊണ്ട് സവാ. പക്ഷേ ഇതേ കണക്ക് നല്ല ഹാപ്പിനെസ് മൂഡിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് എന്നെ അടിച്ചു പഠിപ്പിച്ച ബദറുസ്താദ് സാറാണ്. നല്ല ഉദ്ഘാടന പ്രഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ നല്ല സൂപ്പർ അടിച്ചുകൊണ്ട് 2 വർഷം ആ ക്ലാസ് ഇരുന്നപ്പോൾ ആ തജ്വീദ് എൻ്റെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇപ്പോഴും ഉണ്ട്. ആ ഉസ്താദിനോട് സ്നേഹം കൂടുതലുമാണ്. എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ മദ്രസയിലും ഇതേ കണക്ക് ഞാൻ അടിച്ച് പഠിപ്പിച്ച കുട്ടികളുണ്ട്. അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നത്. അതായത് ഒരു ദിവസം പിന്നെ എൻ്റെ ഞാൻ ഇതിലെ ഡേറ്റ് ആയപ്പോൾ ഈ അടിച്ച കുട്ടികൾ കുറേ പേനുകളും മുട്ടായികളുമായിട്ട് സമ്മാനം കൊണ്ടെത്തുന്നു. കുട്ടികൾ, അതായത് ഹാപ്പിനെസ് മൂഡ് കിട്ടിയ കുട്ടികൾ ചെയ്യാത്തത് നല്ല സൂപ്പർ അടികൊടുത്ത് പഠിപ്പിച്ചവർ കിട്ടുന്നത്. അപ്പോൾ അടിയെന്ന് പറയുന്നത് ഒരിക്കലും അവർക്കൊരു ഇതായിട്ട് തുറന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഉസ്താദിന്റെ ഭാഷയെ പറഞ്ഞ ഞാൻ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. അതായത് ഞാൻ പഠിക്കുമ്പോൾ എന്നെ അടിച്ചു പഠിപ്പിച്ച ഉസ്താദിനെയാണ് ഞാൻ ഇപ്പോഴും കൂടുതൽ ഇഷ്ടത്തോടെ ഓർക്കുന്നത്. ആ അടിച്ചു പഠിപ്പിച്ച ഉസ്താദ് പഠിപ്പിച്ചതാണ് ഇപ്പോഴും എനിക്ക് കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത്. ഞാൻ അടിക്കാതെയും പഠിപ്പിച്ചിട്ടുണ്ട്, അടിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. അടിച്ചു പഠിപ്പിച്ച കുട്ടികളാണ് അടിക്കാതെ പഠിപ്പിച്ച കുട്ടികളെക്കാൾ ഓർക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും. ഇതൊരിക്കലും തെറ്റല്ല, ഇത് ശരി തന്നെയാണ്. അത് ശരിയായിരിക്കുമ്പോഴും ഒരു കാര്യം ശരിയാകണം. ഏതാ? ബഷിറു വലാ തുനഫിറു ശരിയായിരിക്കണം. അപ്പോഴവിടെ എന്താ വരിക എന്നറിയോ? അവിടെ ഞാൻ ഉസ്താദിനോട് തന്നെ ചോദിക്കുന്നു, ഉസ്താദിന് അതേ അടിച്ചു പഠിപ്പിച്ച വിഷയം അടിക്കാതെ പഠിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഉസ്താദ് അടിച്ചു പഠിപ്പിക്കുമായിരുന്നോ? ഉസ്താദിന്റെ എന്റെ ചോദ്യം, ഉസ്താദ് ഇപ്പൊ കരുതുന്നത് കുട്ടികൾക്ക് കരുതാത്തത് കൊണ്ടാണെന്ന്. എന്റെ ചോദ്യം അങ്ങനെയല്ല. ഈ കുട്ടികൾക്ക്, അതായത് അതേ കുട്ടികൾക്ക് തന്നെ അടിക്കാതെ പഠിപ്പിക്കാൻ ഉസ്താദിന് കഴിയുമായിരുന്നെങ്കിൽ ഉസ്താദ് അടിക്കാതെ പഠിപ്പിക്കുന്നതല്ലേ ഇഷ്ടപ്പെടുക? യെസ്, ഇവിടെയാണ് നബിതങ്ങളുടെ പ്രസ്താവന സ്ഥിരപ്പെടുന്നത്. എന്താ? അടിക്കാതെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുന്ന സമയത്താണ് നിങ്ങൾ അടിക്കുന്നത്. അപ്പോ എല്ലാവരും ഇജ്മായ ഇത്തിഫാക്കായ, ഈ ഉസ്താദ് ഉൾപ്പെടെ ഇത്തിഫാക്കായ ഒരു വിഷയമാണ് അടിക്കാതെ പഠിപ്പിക്കുന്നതാണ് അഫ്ളല്. പക്ഷെ അവിടെ കഴിയാത്തത് കൊണ്ട് ഞാൻ ഏത് മാർഗം സ്വീകരിക്കുന്നു?
അടിയെന്ന മാർഗം ശരി ഇല്ലേ? ഇത്രയേ നമ്മളും പറയുന്നുള്ളൂ. ഇനിയുള്ള വിഷയം എന്താ അറിയോ? എന്നാ പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതൊന്ന് തീർത്തു തരാൻ നിങ്ങളെടുത്ത് വല്ല വഴിയുണ്ടോ? അതൊന്ന് തീർത്തു തരാൻ നിങ്ങളെടുത്ത് വല്ല വഴിയുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട് ഇല്ലേ? അതിനുത്തരം കാണലാണ് ഇന്നെൻ്റെ ഡ്യൂട്ടി. ഞാൻ സിറാജുൽ ഹുദയിൽ പഠിച്ചതിന് ശേഷം 8 കൊല്ലം സിറാജുൽ ഹുദയിലും ശലം മർക്കസിലൊക്കെ കഴിഞ്ഞ് സിറാജുൽ ഹുദയുടെ തന്നെ സ്കൂളുകളിലും ദഅവാ കോളേജുകളിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ഒക്കെ മാനേജരായും അധ്യാപകനും ഒക്കെയായി വർക്ക് ചെയ്തു ഏകദേശം 12 വർഷത്തോളം. ഇതിനിടയിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ വരുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികൾ എൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ്. 12 കൊല്ലക്കാലം IAMEയുടെയും ജാമിയത്തുൽ ഹിന്ദിന്റെയും നമ്മുടെ തന്നെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ട്രെയിനിങ് സംവിധാനങ്ങളിൽ നിരന്തരം പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം? എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ഞാൻ 8 കൊല്ലം പഠിച്ചിട്ട് ഒരു തവണ പോലും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രത്യേകിച്ച് പേരോട് ഉസ്താദ് എന്നെ അസഭ്യം വിളിച്ചിട്ടില്ല. എടാ എന്നോ അല്ലെങ്കിൽ പോടാ പോലെയുള്ള സഭ്യതരമായ പദം പ്രയോഗിച്ചിട്ടില്ല. ഒരു തവണ പോലും എന്നെ തല്ലിയിട്ടില്ല. എൻ്റെ പേരോട് ഉസ്താദിൻ്റെ ഉസ്താദ് പുല്ലോക്കർ ഉസ്താദ് ഒരു തവണ പോലും തല്ലിയിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല. പുല്ലൂക്കർ ഉസ്താദിൻ്റെ ഉസ്താദാണ് എൻ്റെ വലിയമ്മാവൻ കൂടിയാണ്, കേൻ ഉസ്താദ് എന്നറിയപ്പെടുന്ന കേരള സംസ്ഥാന ജമിഅത്തുൽ ഉലമയുടെ വലിയ സാരഥി കൂടിയായിരുന്നു ഉസ്താദ്. ആ ഉസ്താദ് തല്ലിയിട്ടില്ല. ഇങ്ങനെ ഒരു സംവിധാനം ഓൾറെഡി അവൈലബിൾ ആണ്. ഇത് നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമൂഹത്തിന്, വിദ്യാർത്ഥി സമൂഹത്തിന് ലഭ്യമാക്കാൻ വല്ല വഴിയുണ്ടോ എന്നതിൻ്റെ ഒരു അന്വേഷണ വിഷയമായിരുന്നു. ഞാൻ ആ അന്വേഷണത്തിന് ഉത്തരം കണ്ടപ്പോൾ ഇനിയും എൻ്റെ തസ്തികകളിൽ എനിക്ക് സുഖകരമായ റൂട്ട് ഞാൻ നേരത്തെ തുടർന്ന അത്തരം റൂട്ടാണ്. കാരണം ഇത്ര സഞ്ചരിക്കേണ്ട, ഡെയിലി വീട്ടിൽ നിന്ന് പോയി വന്നാൽ മതി. ഞാനൊരു സംഘടനാ സംവിധാനത്തിലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊസിഷനിലിരിക്കുന്നു, ഒരു ഖത്തീബായിരിക്കുന്നു, മാനേജറായിരിക്കുന്നു, മുദ്രിസായിരിക്കുന്നു, വളരെ റാഹത്താണ്, നല്ല പ്രൊഫൈലാണ് സമൂഹത്തിൽ. അതായിരുന്നു എൻ്റെ എളുപ്പമുള്ള വഴി. പക്ഷേ ഇതിന് ഉത്തരം കാണണമെങ്കിൽ ഞാൻ ഇച്ചിരി കഷ്ടപ്പെടണമെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ഗുരുനാഥന്മാരോട് പലരോടും മുഷാവറ ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഇതിന് ഉത്തരം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ അത് കണ്ടെത്താൻ ഇറങ്ങി. ഞാൻ ആദ്യമൊക്കെ കരുതിയത് ചില്ലറ ക്യാഷൊക്കെ ചിലവാക്കിയാലും അത് വലിയ കാര്യമാണല്ലോ. പക്ഷേ ചില്ലറ കാശല്ല. ഇപ്പോൾ ഞാൻ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം 1 കോടിയുടെ മേലെ ഞാൻ ചിലവിട്ടിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, ഇത്തരം പഠിപ്പിച്ച് പരിചയമുള്ള ബഹുമാന്യരായ ഉസ്താദുമാരുടെ മുമ്പിൽ നേരത്തെ നമ്മളോട് ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ആൾ ഉൾപ്പെടെ ദീർഘകാലം പരിചയമുള്ളവരാണ്. ഇത്തരം പരിചയമുള്ള ദീർഘകാല പ്രവർത്തി പരിചയമുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഇന്ന് എനിക്ക് പറയാൻ കഴിയും, നബിതങ്ങളുടെ പ്രസ്താവന സത്യമാണ്, അത് തെളിയിച്ചു തരാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിലെ വിദ്യാർത്ഥിയെ വെച്ച് പഠിക്കാൻ സന്നദ്ധമാണോ? അൽഹംദുലില്ലാ, ബി തൗഫീഖില്ലാഹി സുബ്ഹാനഹു വ തആല വ ബി ബറക്കത്തി അസാത്തിദിന എനിക്ക് പറയാൻ കഴിയും, ഞാൻ തെളിയിച്ചു തരും. നിങ്ങളുടെ വിദ്യാർത്ഥികളെ തല്ലാതെ പഠിപ്പിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ അതിന് തഹയ്യു ആണെങ്കിൽ, നിങ്ങൾ അതിന് ഒരുക്കമാണെങ്കിൽ, നിങ്ങൾ അതിന് വില്ലിങ് ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ശരിയാണ് എന്നെനിക്ക് ആശയം കൊണ്ട് സ്ഥാപിച്ചു തരാൻ കഴിയും, പ്രായോഗികത കൊണ്ടും തെളിയിച്ചു തരാൻ കഴിയും. ഞാൻ പറഞ്ഞ ഉസ്താദിന് മനസ്സിലായി. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അല്ലാതെ ഏതെങ്കിലും ഒരു അധ്യാപകൻ അടിച്ചു പഠിപ്പിച്ചാൽ ആ അടിച്ചു പഠിപ്പിക്കുന്നതിൽ പ്രായോഗികത തീരെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അടിക്കുന്നതിൻ്റെ ഭയാനകത മനസ്സിലായാൽ വടിയുടെ പക്ഷത്തേക്ക് അധ്യാപകൻ പോകില്ല. എൻ്റെ മുമ്പിലെത്തിയ കേസുകൾ മാത്രം സ്റ്റഡി മെറ്റീരിയലായാൽ അധ്യാപകൻ ഒരിക്കലും ആ വടി തൊടില്ല. അതാണ് സത്യം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു, ഈ അധ്യാപന തത്വത്തിലേക്ക് നമ്മൾ വരണം എന്നതാണ് ശരി. അതിൻ്റെ പേരിൽ കുട്ടികളുടെ പുരോഗതിക്ക് നേരെ കണ്ണടക്കാൻ പറ്റുമോ? നോ, ഒരിക്കലും ഇല്ല. നെവർ. ലാ 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 ലാ, ഒരിക്കലും കുട്ടികളുടെ പുരോഗതിക്ക് നേരെ കണ്ണടക്കാൻ യാതൊരു വഴിയുമില്ല. പുരോഗതിക്ക് നേരെ കണ്ണടക്കേണ്ടതും ഇല്ല. നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്
നമുക്ക് വളരെ വ്യക്തമായി അനുഭവിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ, അവരെ പഠിപ്പിക്കാനും ഉന്നതങ്ങളിലെത്തിക്കാനും നമുക്ക് കഴിയും. ഇവിടെ ഉസ്താദിന്റെ ചോദ്യത്തിന്റെ ഒരു ആൻസർ, അവ്യക്തമായ ഒരു ചോദ്യം, ചോദിക്കാത്തൊരു ചോദ്യം, പറഞ്ഞ വരികൾക്കിടയിലെ ഒരു ചോദ്യമാണ്, ഈ പ്രശ്നമുള്ളവരെ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യണം? പ്രശ്നങ്ങൾ, ഓരോ കുട്ടിയുടേതും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അത് ഓരോന്നും എടുത്ത് കൈകാര്യം ചെയ്ത്, അഥവാ അത് വിശകലനം ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. ഒരു ഫിൽ ജുംല അനലൈസിങ്, ഒരു ടോട്ടലി അനലൈസിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഒരു മനസ്സമാധാനത്തിന്. പക്ഷെ ഇത് പരിഹാരമല്ല. എപ്പോഴല്ലാതെ നിങ്ങളുടെ മുമ്പിലെ കുട്ടിയെ തന്നെ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലാക്കി ചർച്ച ചെയ്യുമ്പോഴാണ് ശരിയായ പരിഹാരം. എന്നാലും നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരാൻ ഞാൻ പറയാം, കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാം. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ ആകാം, ഡിസ്കാൽക്കുലിയ ആകാം, ഡിസ്ഗ്രാഫിയ ആകാം, ഡിസ്പ്രാക്സിയ ആകാം, ലേണിംഗ് ഡിസബിലിറ്റികൾ ആകാം, ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ആകാം, PDD പോലെയുള്ള പെർവേസീവ് ഡെവലപ്മെന്റ് ഡിസോർഡർ പോലെയുള്ള ഡിസോർഡറുകളാകാം. ഇത്തരം ഡിസോർഡറുകളെ അതിൻ്റെ റെമഡിയൽ ടൂൾ ഉപയോഗിച്ച്, റെമഡിയൽ മെത്തേഡുകൾ ഉപയോഗിച്ച്, പരിഹാര പ്രക്രിയ രീതി ഉപയോഗിച്ച് നമ്മൾ ഇടപെടുകയാണെങ്കിൽ കുട്ടികളെ വിജയിപ്പിച്ചെടുക്കാം. ഇതാണ് ശരി. ഇത് ഞാൻ 1-2 സാമ്പിളുകൾ പറയാം. അപ്പൊ ഞാൻ പലപ്പോഴും ഈ അധ്യാപനം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ പറയുന്ന ഒരു വിഷയമാണ്, ഒരു വിദ്യാർത്ഥി മദ്രസ വിട്ട് പോകുമ്പോഴുള്ള മനോഭാവത്തോടെ മദ്രസയിലേക്ക് വരും എന്ന് പറയുമ്പോൾ ഏകദേശം അധ്യാപകർ ഒന്ന് നല്ല മുഖത്തോടെ ഇരുന്നവരൊക്കെ ഒന്നങ്ങ് മങ്ങും. അത് കുറച്ച് എക്സ്ട്രാ ആയി. അങ്ങനെയൊന്നും എന്തായാലും വേണ്ടായിരുന്നു. ഇവിടെ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം പറയാം. ഞാൻ സിറാജുൽ ഹുദയിൽ ഒരു ലീവ് കഴിഞ്ഞ് വരുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് എത്താറുണ്ട്. ഈ കറക്റ്റ് സമയത്ത് വരുമ്പോൾ ഒരിക്കൽ പോലും മനസ്സ് മുഷിഞ്ഞ് ഞാൻ സിറാജുൽ ഹുദയിലേക്ക് പോയത് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ സിറാജുൽ ഹുദയിലേക്ക് നേരത്തെ പോകുന്ന സമയത്ത് എൻ്റെ മോട്ടീവുകളിലെ പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്താ അറിയോ? നേരത്തെ കറക്റ്റ് സമയത്ത് എത്തിയവരാര് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എത്തി എന്നറിയുമ്പോൾ ഉസ്താദിന്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് എൻ്റെ മോട്ടീവ്. പലപ്പോഴും 10 ദിവസം ലീവ് ഉണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ ചിലപ്പോഴൊക്കെ കുത്തുബ് ഖാനയിൽ ചെലവഴിക്കാറുണ്ട്. അത് ചിലപ്പോൾ ആരുടെയും ഒന്നും കിട്ടൂല. അവസാനമൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഉസ്താദിനൊരു സന്തോഷമാണ് എന്നറിയലാണ് പ്രധാനപ്പെട്ട ഒരു മോട്ടീവ്. പിന്നീട് ആ മോട്ടീവിൽ നിന്ന് വീണ്ടും നമ്മൾ അതിന് എക്സ്ട്രിൻസിക്കിൽ നിന്ന് ഇൻസ്ട്രിൻസിക് എന്ന് പറയും. ഖാരിജിയിൽ നിന്ന് ദിഹിനിയിലേക്ക് മാറുന്ന ഒരു പ്രക്രിയയുണ്ട്. അഥവാ ആദ്യം ഉസ്താദുമാരുടെ സന്തോഷം, പിന്നീട് അത് ലില്ലാഹി എന്നതിലേക്ക് മാറും. അതിനാണ് എക്സ്ട്രിൻസിക്കിൽ നിന്ന് ഇൻസ്ട്രിൻസിക്കിലേക്ക് മാറുക, ഖാരിജിയിൽ നിന്ന് ദിഹിനിയിലേക്ക് വരുന്നൊരവസ്ഥ. ഇതാണ് മോട്ടിവേഷന്റെ സൈക്കോളജിക്കൽ മൂവ്മെന്റ്, മനഃശാസ്ത്ര നീക്കുപോക്കുകൾ. ഇതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ കാണുന്ന വിദ്യാലയത്തിൽ അതില്ല എന്ന് തോന്നിയപ്പോൾ എൻ്റെ ഒരു അന്വേഷണ വിഷയമാണ്, ഇത് സാധ്യമാകൂലേ? നടന്നിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും ഇതാണ് ശരി. എവ്രി ബിഹേവിയർ ഹാസ് എ പോസിറ്റീവ് ഇന്റൻഷൻ. ഓരോ കുട്ടിയുടെ ഏത് തരം സ്വഭാവമാണെങ്കിലും അതിൻ്റെ പിന്നിൽ നല്ലൊരു ചിന്ത ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും. ദുസ്വഭാവമാണെങ്കിൽ പോലും ആ ദുസ്വഭാവത്തെ ഒരു ഗുരുനാഥൻ എന്ന മാനയിൽ, ഹുക്കൂമത്ത് എന്ന മാനയിലല്ല. അഥവാ ഒരു മോഷണം നടത്തിയ ഒരു കുട്ടി, ഹുക്കൂമത്തിന്റെ ഭാഷയിൽ അത് കൈവെട്ടേണ്ട കേസാണ്. അതേസമയത്ത് ഗുരുനാഥന്റെ ഭാഷ എന്താണ്? ഗുരുനാഥന്റെ ഡ്യൂട്ടി എന്താണ്? ഹുക്കൂമത്താണോ? അല്ല. തുതഹിറുഹും വതുസക്കീഹിം, അല്ലേ? തത്ലു അലൈഹിം ആയാതിഹി തുസക്കീഹിം വതുതഹിറുഹും. ഇതാണ് നമ്മുടെ പോയിന്റ്, നമ്മുടെ വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റിലെ അധ്യാപകൻ മോഷണത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ എവിടെയോ ഒരു നല്ല മോട്ടീവ് ഉണ്ടാകും. ആ നല്ല മോട്ടീവ് കണ്ടെത്തി നേരെയാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കൽ, നബിതങ്ങളെ അടുക്കൽ ഒരാള് സ്വഹാബത്തിൽ കൂട്ടത്തിൽ ഒരാൾ, അയാള് മുടി തീരെ ഒരു കോലം ഉണ്ടാവില്ല, വെട്ടിയതാകം അങ്ങനെ വെട്ടാതെ മുടി ഇങ്ങനെ.
അപ്പോൾ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയ ശൈലി എന്താ? എവിടുന്നട കയറി വന്നത്? ഒന്ന് കുളിച്ചൂടെ വെറുപ്പിക്കാനായിട്ട്? ഇങ്ങനെയാണോ? അല്ല, എന്തൊരു നല്ല മനുഷ്യന്. മുടിയും കൂടി ഉഷാറായാൽ സംഭവമായിരുന്നു. ആദ്യം എന്ത് ചെയ്തു? അയാൾ അംഗീകരിച്ചു, അയാൾ അപ്രിസിയേറ്റ് ചെയ്തു, അയാളെ അഭിനന്ദിച്ചു. ഒരു മനുഷ്യൻ വരുന്നു, എനിക്ക് നിങ്ങളെ ഇസ്ലാമൊക്കെ ഇഷ്ടപ്പെട്ടു, സംഭവം അടിപൊളിയാണ്, പക്ഷെ എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്, അത് പെണ്ണാണ്. അതുകൊണ്ട് വ്യഭിചാരത്തിനെതിരെയുള്ള നിങ്ങളെ പറച്ചിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഞാനും വരാം. അയാളോട് സുഹ്ഖ എന്ന് പറഞ്ഞോ? ഇല്ല. ഉഖ്റുജ് അയ്യുഹൽ മൽഊൻ എന്ന് പറഞ്ഞില്ല. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഓക്കെ, വെൽക്കം. ശേഷം അയാളോട് സംവദിക്കുന്നു. ഫസ്റ്റ് അയാൾ റിജക്ട് ചെയ്തോ, റദ്ദ് ചെയ്തോ? ഇല്ല. ഫസ്റ്റ് അയാൾ എടുത്തതിന് ശേഷം അയാളോട് സംവദിച്ചു. അപ്പൊ സംവദിച്ചപ്പോ ബെസ്റ്റ് റിസൾട്ട്. അയാൾ സന്തോഷപൂർവ്വം ഇസ്ലാമിന്റെ വക്താവായി. പിന്നെ അയാൾക്ക് വേണോ? തെറ്റ് വേണോ? വേണ്ട. ഇതാണ് എവറി ബിഹേവിയർ ഹാസ് എ പോസിറ്റീവ് ഇന്റൻഷൻ എന്ന് പറഞ്ഞ അതിന്റെ സെയിം ബേസിക് ഫിലോസഫിയാണ്, ഒരു പ്രീസപ്പോസിഷൻ ആണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഇതാണ് ശരി. ഈ ശരിയെ ഉൾക്കൊണ്ടാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഇസ്ലാം ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാട് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ജീവിതം എന്നത് യുസ്റാണ് വലുത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുൽ കബീർ വായിച്ചാൽ കാണാം, മഫാത്തിഹുൽ ഗൈബിൽ കാണാം, നബി തങ്ങൾ ആഹ്ലാദത്തോടെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ ഉമ്മത്തിന് 2 യുസ്റുണ്ട്, ഒരു ഉസ്റേ ഉള്ളൂ. ഉസ്ർ ബിൽ ഐനി, ഡിഫിക്കൽട്ട്, അതൊന്നേ ഉള്ളൂ. അതേ സമയത്ത് യുസ്ർ 2 ഉണ്ട്. അതെങ്ങനെയാ? ആ 2 ആയത്തിലെയും യുസ്ർ മുനക്കറയല്ലേ, നെക്കിറയല്ലേ? നെക്കിറ 2 അതേ സമയത്ത് 2 ആയത്തിലെയും ഉസ്ർ മുഅറഫാണ്. മുഅറഫ് ഒന്നല്ലേ ഉണ്ടാവും. അപ്പൊ ഉസ്ർ ഒന്നേ ഉള്ളൂ, യുസ്ർ 2 ഉണ്ട്. ഇനി നിങ്ങൾ ജീവിതം നോക്ക്. എല്ലാവരും പറയും ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വലിയ പാടാണ് എന്ന് പറയും. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വലിയ പാടാണെന്ന് പറയും. അവിടെ ഈ 2 അറ്റം കൂട്ടിമുട്ടിക്കേണ്ട ആവശ്യം ആർക്കുള്ളത്? ജനനം. ഏതെങ്കിലും മനുഷ്യന്റെ കയ്യിൽ അവനവന്റെ ജനനം ഉണ്ടോ? ഇല്ല. മരണം പിന്നുണ്ടോ? അതും ഇല്ല. പിന്നെ എവിടെ ഈ 2 അറ്റം കൂട്ടിമുട്ടിക്കുക? അങ്ങനെ ഒരു പാടേ ഇല്ല. ആകെയുള്ളത് റൈറ്റ് നൗ, ഹാലിയൻ. ഇപ്പൊ നമുക്ക് എന്തേ മഷക്കത്തുണ്ടോ? ഇല്ല. ഇതേ ഒരു മനുഷ്യന്റെ കയ്യിലുള്ളൂ. നാളെ നമ്മുടെ കയ്യിലല്ല, ഇന്നലെയും നമ്മുടെ കയ്യിലല്ല. പിന്നെ എവിടെ കൂട്ടിമുട്ടിക്കാൻ ആര് പറഞ്ഞേ? ഇല്ല. ഈ മലയാള ഭാഷ അറിയുന്നവൻ മലയാളി ഇല്ലാത്ത സ്ഥലം എവിടെയുള്ളത്? ചൊവ്വേ പോയാലും ഇനി വേറെ ഇന്റർനാഷണലി പോയാലും എവിടെ പോയി നോക്കിയാലും മലയാളിയുണ്ട്. ഈ ഭാഷ മാത്രം അറിയുന്ന മനുഷ്യൻ മറ്റു ഭാഷകൾ എത്ര എളുപ്പം പഠിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആൻ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു. അവിടെ ഖുതിലൽ ഇൻസാനുവിന് ശേഷം മാ അക്ഫറഹു തഅജ്ജുബിന്റെ സുയയാണ്, അത്ഭുതത്തോടെ പരാമർശിക്കുന്നു. എന്താ വിഷയം? ശുക്ർ വേണമെന്നാണ് മാക്ഫറഹു എന്ന് പറഞ്ഞല്ലേ? അല്ല, അങ്ങനല്ലേ? ശുക്ർ വേണമെന്നാണ്. ശുക്ർ വേണമെന്ന് പറയാൻ കാരണം മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഡിസൈൻ അത് ഭയങ്കര സംഭവം തന്നെയാണ്. ഞാനത് വിശദീകരിക്കല്ല, എന്റെ മാറ്റർ അവിടെയല്ല. സുമ്മ സബീല യസ്സറഹു. മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ഇസ്ലാം കാഴ്ചപ്പാട് പറയുന്നത് യസ്സറഹു, യുസ്റാണ്. ഏത് മനുഷ്യനും മഅൽ ഫർഹി വസ്സുറൂർ ജീവിച്ചവസാനിക്കാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ തഹിനു വലാ തഹസനു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളിങ്ങനെ വിഷമിച്ചും ടെൻഷൻ അടിച്ചും ജീവിക്കല്ലേ? അങ്ങനൊന്നില്ല. ഈ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുക അത് വെറുതെയാണ്. ഈ വിഷമിക്കലും ടെൻഷൻ അടിക്കലും ഒക്കെ വൃതാവിലാണ്. ഈമാൻ ഇല്ലാത്തവന്റെ പരിപാടിയാണ്. ഈമാനുള്ളവന് വളരെ എളുപ്പമാണ്. അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് യസീദു വയൻഖുസു. അത് നിങ്ങൾ നിരന്തരം മോൾഡ് ചെയ്ത് കൂട്ടി കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാം എളുപ്പമാണ്.
അത് നമ്മൾ അധ്യാപനം അങ്ങനെ തന്നെയാണ്, താലീമും അങ്ങനെ തന്നെയാണ്, എളുപ്പമാണ്. വെറുതെയാണ് ബുദ്ധിമുട്ട് 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 എന്ന് പറയുന്നത് സങ്കല്പമാണ്. ഈ ബുദ്ധിമുട്ടുകളൊന്നും മാറ്റിവെച്ചിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിലേക്ക് വരും. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. അൽ ബുശ്റ എന്നത് ഇസ്മു തഫ്ലീൽ മുഅന്നസ് ആയാൽ മായന കൂടുമെന്നാണ് നമുക്കറിയാം. ആ മായന കൂടുന്നുള്ളിടത്ത് തന്നെ ലഹും എന്നുള്ളത് ജാറുൻ ജുറൂർ ഖബർ മുഖദ്ദമായി പറഞ്ഞാൽ മായനയുടെ അഹമ്മിയത്ത് വർദ്ധിക്കും. ഈ ലഹുമുൽ ബുശ്റ മുഅ്മിനീങ്ങൾക്ക് ആണ് ഈമാൻ. അൽ ബുശ്റ സന്തോഷം. ഫിൽ ഹയാത്തി ദുനിയ ആഖിറത്തിൽ എന്നല്ല ആദ്യം പറഞ്ഞത്, ഫിൽ ഹയാത്തി ദുനിയ ദുനിയാവിലെ ജീവിതം, വഫിൽ ആഖിറ പരലോകത്ത്. ഇവിടെ എന്താണ് നിങ്ങളെ കാഴ്ചപ്പാട്? ലാ തബ്ദീല ലി കലിമാത്തില്ലാ. അള്ളാഹുവിന്റെ ഈ സംവിധാനം അത് ഓർഡർ, അത് ക്ലിയർ ആണ്. ദാലിക്കൽ ഫൗസുൽ അളീം. അതാണ് ഏറ്റവും വലിയ വിജയം, സക്സസ്ഫുൾ ലൈഫ്. ഇതാണ് ഈമാൻ. ഈ ഈമാൻ കൽബിൽ പകർന്നു കൊടുക്കാനുള്ള മനസ്സാണ് ശരിക്കും അധ്യാപനം. അധ്യാപനത്തിൽ ആദ്യം നമ്മൾ സ്ഥാപിക്കേണ്ടത് ഇത് ശരിയാണെന്ന് വിശ്വസിക്കണം. മർഹബൻ. അപ്പോൾ സക്സസ്ഫുൾ ലൈഫാണ് മനുഷ്യൻ്റെത്. ഏറ്റവും വലിയ സക്സസ് ആണ്, വിജയമാണ്. സോറി, ഓ അത് വേറെ കേട്ടെ, സി കേട്ടിട്ടുണ്ടാവില്ലേ? ഐ എം സോറി, തെറ്റിയിട്ടില്ലല്ലോ. ഓക്കെ. സക്സസ് എന്നത് വിജയം, സക്സസ്ഫുൾ ലൈഫ്, അത് ഏറ്റവും വിജയം നിറഞ്ഞ ജീവിതം, അത് ഈമാൻ. ഈമാനിന്റെ കോൺസെപ്റ്റാണ് എപ്പോഴും ടെൻഷൻ അടിക്കാതെ ജീവിക്കും. ഒരു വലിയൊരു പ്രയാസമൊക്കെ വന്ന് പെട്ടാൽ ഒരു പെയിൻ ഉണ്ടാവും. പെയിൻ ഉണ്ടായാൽ ഉടനെ നിങ്ങൾ കളയണം. അതാണ് ഇന്നാ ലില്ലാഹി ഇദാ അസാബഹു മുസീബത്തുൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് ചെയ്യരുത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണെന്നാണോ? അല്ല, സാരില്ല, മൊത്തം പോകേണ്ടത് ഇത്രേ പോയിട്ടുള്ളൂ അല്ലേ? ഒരു 10,000 രൂപ ഇവിടെ തന്ന ഒരാള് 1000 രൂപ മാത്രം ചോദിച്ചപ്പോൾ നമ്മൾ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ. 10,000 ചോദിക്കണ്ടായിരുന്നു, 9,000 പിന്നെയും ബാക്കി വെച്ചിട്ടുണ്ട്, 1000 ചോദിച്ചിട്ടുള്ളൂ എന്നാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിന്റെ അർത്ഥം പാനിക് അല്ല ഈ പ്രോസസ്, വേദനിക്കാനുള്ളതല്ല ഈ അവസരം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഇസ്ലാം. ഒരു വേദനിക്കണം എന്ന് തോന്നുന്ന ഒരു അവസരം വരുമ്പോൾ പോലും നിങ്ങൾ അതിനെ ഡിലീറ്റ് ചെയ്യണം. പെയിൻ ഉടനെ കളയണം. എന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഗോ ഹെഡ്, തഖദ്ദം, മുന്നോട്ട് പോകാം. ഇതാണ് ഈ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ സ്ഥാപിച്ചാൽ പിന്നീട് അധ്യാപനം എളുപ്പമാണ്.